ഫണ്ടമെന്റൽ അനാലിസിസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസിന്റെ അകത്ത് ഉണ്ടായിരുന്ന എക്കണോമി അനാലിസിസ്, അത് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, പിന്നെ ഓക്കെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി വരുന്നതാണ് ഇൻഡസ്ട്രി അനാലിസിസ്. ഓക്കെ, ഇൻഡസ്ട്രി അനാലിസിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുന്നു. നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് എക്കണോമിയെ കുറിച്ച് പഠിക്കുന്നു, അതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുന്നു, അതിനുശേഷം കമ്പനിയെ കുറിച്ച് പഠിക്കുന്നു. സോ നെക്സ്റ്റ് വരുന്ന ലെവലാണ്, സെക്കൻഡ് ലെവലിലേക്ക് വരുന്നതാണ് ഇൻഡസ്ട്രി analysis. So industry analysis industry is generally described as a homogeneous group of companies. ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ട് ഒരേ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു ഇൻഡസ്ട്രി എന്ന് വിളിക്കുക. ഇപ്പം ഓൾ ബാങ്കുകളെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ അത് ബാങ്കിങ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, എല്ലാ ഓട്ടോമൊബൈൽ പാർട്സും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനികളെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയി. പിന്നീട് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് similar products which serve the same needs of a common set of buyers. സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെയാണ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി അനാലിസിസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, റിവാലുവേഷൻ ഓഫ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് പർട്ടിക്കുലർ ഇൻഡസ്ട്രി. നമ്മൾ ഈ ഇൻഡസ്ട്രി അനാലിസിസ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിന് ചെയ്യുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഇവാലുവേഷൻ ഓഫ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് പർട്ടിക്കുലർ ഇൻഡസ്ട്രി. ആ ഒരു പർട്ടിക്കുലർ എത്രത്തോളം ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന ഏറ്റവും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ. ആ ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഗ്രാഫ് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ഇതുപോലുള്ള ഒരു ഗ്രാഫ്. സോ മാർക്കറ്റിംഗ് ഒക്കെ എടുക്കുന്നവർ പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും എന്താണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലും ഇതേ സ്റ്റേജസ് തന്നെയാണുള്ളത്. സോ അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ ലൈഫ് സൈക്കിളും വരുന്നത്. സോ 4 സ്റ്റേജ് ആണ് ഇൻഡസ്ട്രിയൽ ലൈഫ് സൈക്കിളിന് ഉണ്ടാവുക. പയനിയറിംഗ് സ്റ്റേജ്, എക്സ്പാൻഷൻ സ്റ്റേജ്, സ്റ്റാഗ്നേഷൻ, ഡിക്കേ സ്റ്റേജ്. സോ പയനിയറിംഗ് സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ തുടക്കം. ഒരു ഇൻഡസ്ട്രി രൂപം അത് വികസിക്കാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ആണ് പയനിയറിംഗ് സ്റ്റേജിന്റെ അകത്ത് പറയുന്നത്. പിന്നെ വരുന്നതാണ് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡ്രാസ്റ്റിക് ആയിട്ട് വരുന്ന ആ ഒരു വളർച്ചയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് വളരുന്ന ആ ഒരു ഏരിയയാണ് പറയുന്നത്. സ്റ്റാഗ്നേഷൻ സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന, എന്ന് വെച്ചാൽ പൂർണ്ണമായ മച്യൂരിറ്റി എത്തിയ അല്ലെങ്കിൽ ഏറ്റവും മച്യൂർഡ് ആയിട്ടുള്ള രീതി അല്ലെങ്കിൽ ഏറ്റവും ബൂമിൽ ആ ഇൻഡസ്ട്രി നിൽക്കുന്ന സ്റ്റേജിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഡിക്കേ സ്റ്റേജ്, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ഇൻഡസ്ട്രി പതിയെ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. അത് കുറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഓൾട്ടർനേറ്റീവ്സ് വരുന്നു. ഒരു ഇൻഡസ്ട്രിക്ക് പകരമായിട്ട് മറ്റേ ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയുടെ റെലവൻസ് നഷ്ടപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് അത് ഡിക്കേ സ്റ്റേജിലേക്ക് പോകുന്നത്. സോ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രി അതിന്റെ ലൈഫ് സൈക്കിളിൽ ഏത് സ്റ്റേജിലാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ഒരു ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിലാണ്, എക്സ്പാൻഷൻ സ്റ്റേജിൽ. കാരണം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും എന്താണ് അതിന്റെ പെർഫോമൻസ് ദിവസം കഴിയുന്നതും കൂടി ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരിക്കലും എന്താണ് നമ്മളൊരു തേർഡ് സ്റ്റേജിന്റെ പകുതിക്ക് ശേഷം എന്ന് വെച്ചാൽ ഡികെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം നമ്മൾ അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ വരുന്നതാണ് ഇൻഡസ്ട്രി ക്യാരക്ടേഴ്സ്. ഇൻഡസ്ട്രിയിലെ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് കുറച്ച് പോയിന്റുകളാണ്. അതിനകത്ത് ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്യാപ്പ്. ഈ സാധനം നമുക്ക് കൃത്യമായിട്ട് അറിയാം, എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, എത്ര സപ്ലൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇൻഡസ്ട്രിയിലെ ഷെയറുകളുടെ ഡിമാൻഡും അതിന്റെ സപ്ലൈയും. സോ ഇതാണ് ഈ ഒരു ഫസ്റ്റ് പോയിന്റിന്റെ അകത്ത് വരുന്നത്. പിന്നെ സെക്കൻഡ് പറഞ്ഞേക്കുന്നത് കോമ്പറ്റേറ്റീവ് കണ്ടീഷൻസ് ഇൻ ദ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. സോ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിൽ എത്രത്തോളം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ
എക്കണോമീസ് ഓഫ് സ്കെയിൽ വരുന്നുണ്ട്. കാരണം ഇവിടെ ആ ഇൻഡസ്ട്രി എത്രത്തോളം ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നാണ് ഇവിടെ മെയിൻ ആയിട്ടും ഈ കോമ്പറ്റീവ് കണ്ടീഷൻസ് ഇൻ ദ ഇൻഡസ്ട്രിക്കകത്ത് പറയുന്നത്. കാരണം ഇപ്പൊ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ഒരു എന്താ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കമ്പനി ആയിക്കോട്ടെ, അവർക്ക് എപ്പോഴും എന്താ ഉണ്ടാവും, അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. കാരണം അവർക്ക് എന്താ വളരെ എഫക്റ്റീവ് ആയിട്ട് അവരുടെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ വരുന്നതാണ് എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽസ്. എക്കണോമീസ് ഓഫ് സ്കെയിലിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്താണ് നമ്മളുടെ പ്രൊഡക്ഷൻ ലെവൽ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എന്താണ് ലാർജ് ടേമിൽ പ്രൊഡക്ഷൻ നടത്തണം. സോ എന്താണ് ഇൻഡസ്ട്രി വെൽ ഡെവലപ്ഡ് അല്ലെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ മാത്രമേ അത്രയും ഒരു ലാർജ് പ്രൊഡക്ഷൻ നടക്കുന്ന കമ്പനീസ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവത്തുള്ളൂ. സോ ഇതാണ് മെയിൻ ആയിട്ടും ഈ ഒരു കോമ്പറ്റീവ് കണ്ടീഷൻസിന് പെർമനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇൻഡസ്ട്രിക്ക് എത്ര നാള് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻഡസ്ട്രി ലൈഫ്. ഈ ലൈഫ് സൈക്കിളിന്റെ ലെങ്തിനെ ഈ ഒരു പെർമനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എത്ര നാള് ഈ ഒരു ഇൻഡസ്ട്രിയുടെ റിലവൻസ് ഉണ്ട്, ഒരുപാട് നാളത്തേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. പെട്ടെന്ന് ആ ഒരു റിലവൻസ് തീരുന്ന ഒരു ഇൻഡസ്ട്രി ആണ് അല്ലെങ്കിൽ ഒരു കമ്പനി ആണ് എങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലോങ് ടൈമിലേക്കുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. നോർമലി അത് ചെയ്യുന്നത് സ്പെക്കുലേറ്റേഴ്സ് ആയിരിക്കും. സോ അവർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്താണ് നോർമലി സ്പെക്കുലേറ്റേഴ്സ് ഈ ഫണ്ടമെന്റൽ ചെയ്യാറില്ല. അവർ നോർമലി ടെക്നിക്കൽ അനാലിസിസ് കാര്യങ്ങളൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. സോ എന്താണ് പെർമനൻസ്, എത്ര ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ പെർമനൻസി ായി പോകുന്ന അല്ലെ ലോ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നു. പിന്നെ വരുന്നതാണ് ലേബർ കണ്ടീഷൻസ്. ലേബർ കണ്ടീഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ്, അത് ജോയിനിങ് ലേബർ കണ്ടീഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലെ ലേബേഴ്സ് സംതൃപ്തരാണോ അല്ലയോ എന്നുള്ളതാണ്. കാരണം നമ്മൾ സാധാരണ ഓർഗനൈസേഷൻ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ HR ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്താണ് നമ്മളുടെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് വർദ്ധിക്കും. കാരണം ഇത്രേ ഉള്ളൂ, എന്താണ് ഒരു സാറ്റിസ്ഫൈഡ് എംപ്ലോയിയിൽ നിന്ന് അയാളുടെ ഹൈ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുന്നു. സോ അയാളുടെ പെർഫോമൻസ് കൂടുതലായിരിക്കും. സോ നമ്മളിവിടെ പറയുന്നതാണ് എന്താണ് ലേബർ കണ്ടീഷൻസ്. ഇവിടെ ലേബർ കണ്ടീഷൻസ് ഇവിടെ എടുത്തു പറയാൻ കാര്യം ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ജോലിയിലും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി കാര്യങ്ങളെല്ലാം അവർ സാറ്റിസ്ഫൈഡ് ആണോ. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലേബർ ട്രേഡ് യൂണിയൻസ് ആണ്. കാരണം നമ്മുടെ ഇന്നത്തെ നാട്ടിൽ ഇപ്പൊ ഇന്ത്യയുടെ സാഹചര്യം അല്ല കേരളത്തിന്റെ സാഹചര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻസ് വളരെ ലേബേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ട്രേഡ് യൂണിയൻ പ്രശ്നം ഉണ്ടാക്കും. ട്രേഡ് യൂണിയൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ സമരം കാര്യങ്ങളിലേക്ക് പോകും. സോ എന്താണ് കമ്പനിയുടെ നടത്തിപ്പ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് റണ്ണിംഗ് ഓഫ് കമ്പനി അവിടെ ഉണ്ടാവില്ല. അവിടെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, പ്രൊഡക്ഷൻ നിർത്തിവെക്കും, സമരമായിരിക്കും, ഇങ്ങനെ ഉണ്ടാകും. സോ ഇത് എന്തിനെ അഫക്റ്റ് ചെയ്യും, ആ ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സോ ഇതാണ് മെയിൻ ആയിട്ടും ഈ ലേബർ കണ്ടീഷൻസിന്റെ അകത്ത് വരുന്നത്. സോ ലേബർ കണ്ടീഷൻ സ്മൂത്ത് ആണ് അല്ലെങ്കിൽ അവിടുത്തെ ലേബേഴ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഇൻഡസ്ട്രിയിൽ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്ന അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണ് അല്ലെങ്കിൽ ഇന്ററപ്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി ആണ് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ വരുന്നതാണ് ഗവൺമെന്റ്. ആക്ട് ഓഫ് ഗവൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയോട് ഗവൺമെന്റിനുള്ള ഗവൺമെന്റ് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ നോർമലി പല ഗോ ഗ്രീൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡസ്ട്രീസ് അതിനെപ്പോഴും എന്താണ് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രകൃതിക്ക് ഹാംഫുൾ ആയിട്ട് വരുന്ന മൈനിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എന്താണ് ഗവൺമെന്റ് അതിനെ മാക്സിമം എന്ത് ചെയ്യുന്നു, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. സോ ആ ഒരു പാട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്യുന്നത്. സോ ഗവൺമെന്റ് നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിക്ക് ലോങ് റണ്ണിലേക്ക് ഒരു പെർഫോമൻസ് ഉണ്ടാവില്ല. സോ എന്ത് സംഭവിക്കും, അവിടെ എന്താണ് അവരുടെ പെർഫോമൻസ് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ വരുന്നത് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിന്റെ
എന്താ സപ്ലൈ കൃത്യമായിട്ട് വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് പ്രോപ്പർ ആണ്, കൃത്യമായിട്ട് റോ മെറ്റീരിയൽസ് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം എന്താണ്, വളരെ സ്കേഴ്സ്ഡ് ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ബിസിനസ്സുകളാണ് എങ്കിൽ അവിടെ റോ മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പം റോ മെറ്റീരിയൽസ് ആയാൽ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് ബിസിനസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പം റീസെന്റ് വന്ന ഒരു കൊബാൾട്ട്, ഈ ബാറ്ററീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊബാൾട്ട് നിക്ഷേപങ്ങൾ അന്വേഷിച്ചാണ് ഇപ്പൊ രാജ്യങ്ങളെല്ലാം നടക്കുന്നത്. കാരണം എന്താണ്, ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. കാരണം എന്താണ്, നമ്മുടെ പെട്രോളിയം ക്വാളിറ്റികളുടെ കാലാവധിയൊക്കെ ഏകദേശം തീരാനായി. സോ കൊബാൾട്ടിന്റെ പറയുകയാണ് ഇപ്പൊ ലോകരാജ്യങ്ങളെല്ലാം. ഇപ്പൊ പുതിയ വാർത്ത എന്താണ്, ഓൾ വേൾഡിലുള്ള കൊബാൾട്ടിന്റെ പകുതി റിസർവ്സും ചൈനക്കാർ ബുക്ക് ചെയ്തു, അല്ലെ ചൈനക്കാർ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വന്നായിരുന്നു. സോ എന്താണ്, ഇങ്ങനെയുള്ള സ്കേഴ്സ് ആയിട്ടുള്ള നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഇൻഡസ്ട്രിയോ ഒരു കമ്പനിയോ ആണ് എങ്കിൽ അതിന്റെ നിലനിൽപ്പ് ഈ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും. ഇൻ കേസ് അതിന്റെ റോ മെറ്റീരിയൽ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് താഴേക്ക് പോകും. പിന്നെ വരുന്നതാണ് കോസ്റ്റ് സ്ട്രക്ചർ. കോസ്റ്റ് സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, നമ്മൾ നോർമലി കോസ്റ്റ് കണക്കാക്കുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. സോ ഇതിന്റെ അകത്ത് നമ്മൾ നോർമലി നോക്കുന്നത് ഇതിന്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, വേരിയബിൾ കോസ്റ്റ് എത്രയാണ് വരുന്നത്. കാരണം ഇതിന്റെ കോസ്റ്റ് എത്രത്തോളം വരുന്നു. കാരണം ഇത് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, നമ്മൾ കോസ്റ്റ് കൂടുതലാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് കൂടുതലാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് അച്ചീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് എത്തുക എന്ന് വെച്ചാൽ നമ്മൾ മുടക്കിയ നമ്മളുടെ കാശ് അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റ് നമ്മൾക്ക് എപ്പോഴാണോ തിരിച്ചു കിട്ടുന്നത് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. കോസ്റ്റ് കൂടും തോറും നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് അച്ചീവ് ചെയ്യാനുള്ള നമ്മുടെ ലെങ്ത് ഓഫ് ജേർണി കൂടുതലായിരിക്കും. സോ ഇതാണ് മെയിൻ ആയിട്ടും ഇതിൻ്റെ അകത്ത് പറയുന്നത്. സോ എന്താണ്, ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് എത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ കോസ്റ്റ് കമ്പോണൻസിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നോക്കുക. നോർമലി എന്താണ്, ബ്രേക്ക് ഈവൻ പോയിന്റ് വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസോ നമ്മൾ തിരഞ്ഞെടുക്കുക. സോ ഇതാണ് ഇൻഡസ്ട്രി ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് കമ്പനി അനാലിസിസ്. കമ്പനി അനാലിസിസിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ കമ്പനിയെ കുറിച്ച്, നമ്മൾ എക്കണോമി കഴിഞ്ഞു, ഇൻഡസ്ട്രി കഴിഞ്ഞു, ദെൻ നമ്മളൊരു കമ്പനി, ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും എന്താണ്, ദിസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽസിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് കമ്പനി അനാലിസിസ് എന്ന് പറയുന്നത്. കമ്പനി അനാലിസിസ് ട്രൈസ് ടു ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ ഏർണിംഗ്സ് ഓഫ് ദ കമ്പനി ബിക്കോസ് സോ ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഫ്യൂച്ചറിലേക്കുള്ള ഏർണിങ്സ് എത്രയായിരിക്കും എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത്. സിമ്പിൾ ആണ്, നമുക്ക് ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഒരു കമ്പനിയുടെ ഏർണിങ്സ് ആ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസിനെ ഒരുപാട് ബാധിക്കുന്നതാണ്. കാരണം ഒരു ലോ പെർഫോമൻസ് നടത്തുന്ന ഒരു കമ്പനിയാണ് എങ്കിൽ ആ ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസും താഴേക്ക് പോകുന്നു. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കിങ്ഫിഷർ. നമുക്ക് കിങ്ഫിഷറോ അല്ലെങ്കിൽ സത്യം കമ്പ്യൂട്ടേഴ്സ് പോലെയുള്ള, സത്യം കമ്പ്യൂട്ടേഴ്സ് പക്ഷെ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ ഏറ്റവും നമുക്ക് ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന സാധനമാണ് കിങ്ഫിഷർ. സോ എന്താണ്, ആ ഒരു കമ്പനിയുടെ പെർഫോമൻസ് അതിന്റെ ഷെയർ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞപ്പോൾ ഇന്റർണൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ, ഇന്റേണൽ ഇൻഫർമേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻഫർമേഷൻസും ഉപയോഗിക്കുന്നുണ്ട്. ഇന്റേണൽ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇൻസൈഡർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻസ് ഒരു പരിധിവരെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഉൾപ്പെടുത്താം, വേണമെങ്കിൽ ഉൾപ്പെടുത്തണ്ട. പക്ഷെ എന്താണ്, ഇന്റേണൽ ഇൻഫർമേഷൻസ് എന്താണ്, ആ ഒരു കമ്പനിയുടെ P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, EPS ഇങ്ങനെ വരുന്ന സാധനങ്ങളും. അതുപോലെ എക്സ്റ്റേണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ കമ്പനിയെ കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്നതും ആ കമ്പനിയുടെ സ്പോക്സ് പേഴ്സൺ പുറത്തേക്ക് പറയുന്നത്. സ്പോക്സ് പേഴ്സൺ എന്താണെന്ന് നമുക്കറിയാലോ, ഒരു കമ്പനിയെ കുറിച്ച് ആധികാരികമായി അതിന്റെ വാർത്തകൾ അല്ലെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻസ് പബ്ലിക്കിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എമിറ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ സ്പോക്സ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. സോ ആ സ്പോക്സ് പേഴ്സൺ വഴി പുറത്തേക്ക് വരുന്ന ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ നോർമലി ഈ അകത്ത് ഉൾപ്പെടുത്തുന്നത്. സോ ഈ ഇന്റേണൽ ഇൻഫർമേഷൻസും എക്സ്റ്റേണൽ ഇൻഫർമേഷൻസും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോ ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ അകത്ത്
പറയുമ്പോൾ തന്നെ നമ്മൾ നോർമലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ P&L അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും. സോ ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ ഇങ്ങനെ വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പം P&L അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ആ കമ്പനിയുടെ നിലവിലുള്ള ഏർണിങ്സ് എത്രയാണ് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ P&L അക്കൗണ്ട് നമ്മൾ നോക്കുന്നത്. അതുപോലെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോർമലി അതെന്താണ് അതിന്റെ അസറ്റ് സൈഡ് അല്ലെങ്കിൽ അതിന്റെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് സൈഡ് നമ്മൾ എത്രത്തോളം വീക്ക് ആണ്, എത്രത്തോളം സ്ട്രോങ് ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ EPS, ഏർണിംഗ് പെർ ഷെയർ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കമ്പനി അനാലിസിസിന്റെ അകത്ത് നോക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ ടൂൾസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന് ഉപയോഗിക്കുന്ന ടൂളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ലിക്വിഡിറ്റി റേഷ്യോസ്, ലിവറേജ് റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, പിന്നെ വരുന്നത് അതർ വേരിയബിൾസ് ആണ്. സോ ഇതിനകത്ത് വരുന്നത് റേഷ്യോസ് ആണ്. സോ ഇതിനകത്ത് റേഷ്യോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു സെക്കൻഡ്. മെറ്റീരിയൽസ്, ratios. നിങ്ങൾക്ക് റേഷ്യോസ് കാണാൻ പറ്റുന്നുണ്ടോ? റേഷ്യോ അനാലിസിസ് എന്നുള്ള സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, no, it is okay. Wait. Something. Stop something. That's way. കാണാം. ഹലോ, യെസ്, ഓക്കെ, ഫൈൻ. സോ ഇതാണ് റേഷ്യോ അനാലിസിസ്. ഇത് ആക്ച്വലി ഞാൻ മാനേജറിയൽ അക്കൗണ്ടിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഡിഗ്രി പിള്ളേർക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന PPT ആണ്. സോ ഇതിനകത്ത് വരുന്നത് കാര്യങ്ങളാണ്: റേഷ്യോ അനാലിസിസ്, ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. സോ ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്. ലിക്വിഡിറ്റി റേഷ്യോൻ്റെ അകത്ത് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആൻഡ് സൂപ്പർ ക്വിക്ക് റേഷ്യോസ്. സോ ഇതിനകത്ത് വരുന്നത് സെക്കൻഡ് വൺ സോൾവൻസി റേഷ്യോ അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോസിന്റെ അടിയിലേക്ക് വരുന്ന സാധനങ്ങളാണ് സ്ട്രക്ചറൽ റേഷ്യോസും. അതിന്റെ അടിയിൽ വരുന്ന കുറെ റേഷ്യോസ് ആണിത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കവറേജ് റേഷ്യോസ്. അതിനടിയിൽ 3 കാര്യങ്ങൾ: ഇൻട്രസ്റ്റ് കവറേജ്, ഡിവിഡൻഡ് കവറേജ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി റേഷ്യോസിന്റെ അകത്ത് വരുന്ന കുറെ കാര്യങ്ങളാണിത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അതിൻ്റെ അകത്ത് തന്നെ വരുന്ന ബേസ്ഡ് ഓൺ സെയിൽസ്, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ പറയുന്നത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ, EPS, DPS കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ഞാനിത് എടുത്തു വേണമെങ്കിൽ 10-30 അല്ല 35 റേഷ്യോസ് ഉണ്ട്. സോ ഞാനിത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇത് ഞാൻ ഓരോന്ന് പറഞ്ഞു പോകണോ അതോ ഈ റേഷ്യോസ് സ്കിപ്പ് ചെയ്യണോ? ഞാൻ ഈ PPT നിങ്ങൾക്ക് അയച്ചു തരാം. ഇതിന്റെ ഇതേപോലെ കൃത്യമായിട്ട് ഇക്വേഷൻസ്, അതിന്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്താണ്, ഇങ്ങനെ വരുന്ന എല്ലാം വളരെ ആയിട്ട് ഞാൻ ഈ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ലൈഡ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മതിയോ, ഓരോന്നായിട്ട് പറഞ്ഞു തരണോ? ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിന് മറ്റെന്തെങ്കിലും പേരുകൾ പറയുന്നുണ്ടെങ്കിൽ അത് കൂടുന്നതാണോ കുറയുന്നതാണോ നല്ലത്, ഇത് എന്തിനു വേണ്ടിയിട്ട്, എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റേഷ്യോ ഉപയോഗിക്കുന്നത്, അതിന്റെ ഇക്വേഷൻ എന്താണ്, ആ ഇക്വേഷന്റെ കണ്ടന്റുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെ വരുന്ന, അതുപോലെ തന്നെ അതിന്റെ വർക്കൗട്ടിനുള്ള ക്വസ്റ്റ്യൻസും ഓരോ സെക്ഷൻ തീരുമ്പോഴും അതിന്റെ വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അടക്കം ഇതിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ സാധനം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തന്നാൽ പോരെ, പോകണോ? ഓക്കെ, എനിക്ക് വന്നിരിക്കുന്ന ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന സ്ലൈഡ്സ് ഷെയർ ചെയ്താൽ മതി സർ. ഓക്കെ ഫൈൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. കാരണം ഇതിൻ്റെ അത് ഡൗട്ട്സ് വരാനുള്ള കാര്യങ്ങളൊന്നുമില്ല, കാരണം നിങ്ങൾ നോക്കിയാൽ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സോ ഇത് തരാം. അപ്പം ഇതിനകത്ത് വരുന്നത്, സോ ഈ റേഷ്യോസ് ആണ്, ലിക്വിഡിറ്റി റേഷ്യോസ്, ലിവറേജ് റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്. സോ ഇങ്ങനെ വരുന്ന റേഷ്യോസ് എല്ലാമാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ആ നെക്സ്റ്റ് വരുന്നത് അതർ വേരിയബിൾസ് ആണ്. സോ ഈ അതർ വേരിയബിൾസിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീസ് മാർക്കറ്റ് ഷെയർ, ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് ഉള്ള ഷെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ്. ഒരു ആഗോളടി മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നതാണ്. സോ ഈ മാർക്കറ്റിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ്, ഒരു മാർക്കറ്റ് നമ്മൾ എടുക്കുക, നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക ഒരു 100 പ്രോഡക്റ്റ് ആണ് ആ മാർക്കറ്റിൽ വിറ്റ് പോകുന്നത്. സോ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺസ് ആകെ 100 പ്രോഡക്റ്റ് ആണ്, 100 മൊബൈൽ ഫോൺ ആണ് വിറ്റ് പോകുന്നതെങ്കിൽ ആ 100 എണ്ണത്തിൽ കമ്പനിയുടെ മൊബൈൽ എത്ര എണ്ണമുണ്ട്? ഇപ്പൊ ആ ഈ 100 എണ്ണം വിൽക്കുന്ന എല്ലാ കമ്പനിയുടെയും കൂടെ കൂട്ടി 100 മൊബൈൽ ഫോൺ ആണ് വിൽക്കുന്നതെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ MI അല്ലെങ്കിൽ സാംസങ്ങിന്റെ മൊബൈൽ അതിൻ്റെ അകത്ത് 25 എണ്ണം വിൽക്കുന്നു, അല്ലെ 30, ആ 30 എന്നുള്ളതാണ് ഈ മാർക്കറ്റ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ 30% ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു കമ്പനിയുടെ എന്താണ് ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ മാർക്കറ്റിൽ ആ ഒരു കമ്പനിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതാണ് ഈ കമ്പനീസ് മാർക്കറ്റ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കപ്പാസിറ്റി അവരെ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നോർമലി നമ്മൾ മാനേജറിൽ അക്കൗണ്ട് നമ്മൾ പറയുന്നതാണ്, ഒരു കമ്പനിയും എന്താണ് അതിന്റെ മുഴുവൻ കപ്പാസിറ്റി യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ പ്രൊഡക്ഷൻ എന്ത് കാര്യമായിക്കോട്ടെ, അവരുടെ എൻറ്റയർ കപ്പാസിറ്റി അവര് 100% ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും. ചിലപ്പോൾ 100% പ്രൊഡക്ഷൻ 100% കപ്പാസിറ്റിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിനേക്കാൾ ലാഭകരം ചിലപ്പോൾ അവർക്ക് 80% പ്രൊഡക്ഷൻ നടത്തുന്നതായിരിക്കാം. സോ അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് അത് അവർ മാനേജ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് ലെവല് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പെർഫോമൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ വരുന്നതാണ് മോഡേണൈസേഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്ലാൻസ്. സോ മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ റീ എഞ്ചിനീയറിങ്ങോ അങ്ങനെ വരുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നതോ, അത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിനാൻസ് എന്നുള്ള ഇതിലാവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മോഡേണൈസേഷൻ ആവാം, അല്ലെങ്കിൽ അവരുടെ എന്താണ് ടെക്നോളജീസില് പ്രോഡക്റ്റില് കാര്യങ്ങളെല്ലാം മോഡേണൈസേഷൻ ആവാം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആവാം. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവരുടെ ജിയോഗ്രഫിക്കൽ ഏരിയ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ലൈൻ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ സ്പിന്നിങ് ഓഫ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഈ നെറ്റ്വർക്കൊക്കെ ാണ് ഈ സ്പിന്നിങ് ഓഫ് കാര്യങ്ങളൊക്കെ. സോ സ്പിന്നിങ് ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, ഒരു എക്സിസ്റ്റിംഗ് ബിസിനസിന്റെ ലാഭം എടുത്തിട്ട് നമ്മൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ സ്പിന്നിങ് ഓഫ് എന്ന് വിളിക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബാർ ഗോൾഡ് ഇല്ലേ. സോ ഈ മലബാർ ഗോൾഡിന്റെ ലാഭം കൊണ്ടാണ് അവർ പുതിയ മലബാർ ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു, സ്പിൻ ഓഫ് ചെയ്ത് പോവാണ്. എന്താണ്, ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോൾ അതിന്റെ കുറെ ക്യാപിറ്റൽ എടുത്തിട്ട് അവർ പുതിയ ബിസിനസ്സിലേക്ക് പോകുന്നു. സോ ഈ ഒരു ഇതിനാണ് നമ്മൾ സ്പിൻ ഓഫ് എന്ന് പറയുന്നത്. സോ മോഡേണൈസേഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്ലാൻസ്. സോ ഇതും എന്താണ് ഒരു ഫിനാൻഷ്യൽ എന്താണ് ഈ ഒരു എന്നതാണ്. പിന്നെ വരുന്നതാണ് ഓർഡർ ബുക്ക് പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ
അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലിസ്റ്റ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ബൈ ഓർ സെൽ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്താ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ലിസ്റ്റ് ആണ്. അവിടെ എത്രയൊക്കെ ഷെയർസ് വിൽക്കാനും വാങ്ങാനും ഉണ്ട്, നമുക്ക് കോട്ട് ചെയ്ത് നമുക്ക് എത്ര ഷെയർസ് വിൽക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്, എത്ര ഷെയർസ് വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ കോട്ട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കാണിക്കുന്ന ഒരു എന്താണ് ഒരു ഇലക്ട്രോണിക് ലിസ്റ്റിനെയാണ് നമ്മൾ സാധാരണ ഓർഡർ ബുക്ക് പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓർഡർ ബുക്ക് എന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മളുടെ എന്താണ് സെല്ലിങ്ങുമായിട്ട് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഓർഡറുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. ഇതാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്താണ് നമ്മുടെ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി നമ്മൾ ഉറപ്പുവരുത്തുക. റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് മാത്രം അല്ലെങ്കിൽ അതിന് എന്താണ് വളരെ നല്ല രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വൺ വരുന്നതാണ് അസസ്മെന്റ് ഓഫ് റിസ്ക്. നമ്മൾ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മാത്രമല്ല അതിന്റെ കൂട്ടത്തിലേക്ക് ആ കമ്പനിയുടെ റിസ്ക് കൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് അസസ്മെന്റ് ഓഫ് റിസ്കിന്റെ അകത്ത് വരുന്ന സാധനമാണ് സെൻസിറ്റിവിറ്റി. എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ്. ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ദ സെൻസിറ്റിവിറ്റി ഓഫ് പ്രോഫിറ്റ് ടു ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് സെയിൽസ്. കാരണം ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ വോളിയം ഓഫ് സെയിൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സെയിൽസ് താഴേക്ക് പോകുന്തോറും പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ഈ ഒരു സെൻസിറ്റിവിറ്റിയാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. സോ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, PBT. സോ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് എന്ന് പറയുന്നത്. സോ ഈ ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജിനെ വീണ്ടും രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഓപ്പറേഷണൽ ലിവറേജും അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡിഗ്രി ഓഫ് ഓപ്പറേഷണൽ ലിവറേജ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBITയും ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ PBT. സോ നമ്മൾ ഇതിന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുകളിലത്തെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സോ ഈ ഡിഗ്രി ഓഫ് ഓപ്പറേഷണൽ ലിവറേജ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷണൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം എന്താണ് റിസ്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം റിസ്ക് വരുന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ കാണിക്കുന്നതാണോ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ റിസ്ക് കാര്യങ്ങളായിട്ട് പറയുന്നത്. അസസ്മെന്റ് ഓഫ് റിസ്കിന്റെ അകത്ത് വരുന്ന എന്ന് വെച്ചാൽ കമ്പനി അനാലിസിസിനകത്ത് വരുന്ന അസസ്മെന്റ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ടോട്ടൽ ലിവറേജ് അത് കാണാനുള്ള ഇക്വേഷൻ ആണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് രണ്ടാക്കിയിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഓപ്പറേഷണൽ ലിവറേജും ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഫണ്ടമെന്റൽ അനാലിസിസിന്റെ അകത്തുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ റോങ് ഡാറ്റ. നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റ യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം 50 കൊല്ലം പഴയ ഡാറ്റാസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, എലിയോട്ട് വേവ് തിയറി ഒക്കെ ആണെങ്കിൽ 75 വർഷത്തെ ഡാറ്റയാണ് എടുത്ത് അയാൾ പഠിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എലിയോട്ട് വേവ് തിയറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ അതേപോലെ അത് ആക്ച്വലി ടെക്നിക്കൽ അനാലിസിസിന്റെ അത് വരുന്നതാണ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ഇങ്ങനെ നമ്മൾ ഒരുപാട് പഴയ ഡാറ്റയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ലഭിക്കുന്ന ഡാറ്റ തെറ്റാവാനുള്ള അല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻസ് നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് ഇൻകറക്റ്റ് അസംപ്ഷൻസ് ഇൻ ഫണ്ടമെന്റൽ അനാലിസിസ്. എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ അകത്ത് തന്നെ എന്താണ് നമ്മളൊരു സാധനം പഠിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് തേർഡ് വൺ പറഞ്ഞേക്കുന്നത് ഓവർ റിലയൻസ് ഓൺ പാസ്റ്റ് ഡാറ്റ ആണ്. പാസ്റ്റ് ഡാറ്റാസിൽ നമ്മൾ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നു. എന്ന് വെച്ചാൽ പാസ്റ്റ് ഡാറ്റയെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇക്കാര്യം മുന്നോട്ടേക്ക് പോകുന്നത്. പിന്നെ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പേർഷൻ. ഇൻഡസ്ട്രിയൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞത് ആ ഒരു ഇൻഡസ്ട്രി എങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ പെട്ടെന്ന് തകർന്നു പോകാനുള്ള സാധ്യത ഉണ്ടാവും. സോ ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ലിമിറ്റേഷൻസ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസിന്റെ അകത്ത് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റേഷൻ ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ്. സോ നമുക്ക് ഇവിടെ കൊണ്ട് ഫണ്ടമെന്റൽ അനാലിസിസ് തീരുകയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ടെക്നിക്കൽ അനാലിസിസ്. സോ ഇതിനകത്ത് ടെക്നിക്കൽ
ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട് എന്താണ്, നമ്മൾ കുറച്ചുകൂടെ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അനാലിസിസ് നടത്തുന്നതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഫണ്ടമെന്റൽ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് നടത്തുന്നു. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ഷെയർ പ്രൈസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഓപ്പറേറ്റഡ് ഇൻ ദ മാർക്കറ്റ്. ഒരു ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സിനനുസരിച്ചായിരിക്കും അതിലുണ്ടാകുന്ന ചേഞ്ചസ്. സ്റ്റഡീസ് പാസ്റ്റ് മൂവ്മെന്റ്സ് ഇൻ ദ പ്രൈസ് ഓഫ് ഷെയർസ് ടു ഐഡന്റിഫൈ ട്രെൻഡ് ആൻഡ് പാറ്റേൺസ്. ട്രെൻഡും പാറ്റേൺസും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് മൂവ്മെന്റ്സ് ആണ് ഇതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റയെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. ട്രൈസ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ്സ്. നമ്മൾ ഈ പാസ്റ്റ് ഡാറ്റയെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. Concentrate on price movements and ignore the fundamentals of the shares. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചോണം, കാരണം ഇതിന്റെ അസംഷൻ പറയുമ്പോൾ വരുന്നത് അപ്രോച്ച് കോൺസെൻട്രേറ്റ് ഓൺ പ്രൈസ് മൂവ്മെന്റ്സ് ആൻഡ് ഇഗ്നോർ ദ ഫണ്ടമെന്റൽസ് ഓഫ് ദ ഷെയർസ്. നമ്മൾ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് നമ്മളിവിടെ മൈൻഡ് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് മൂവ്മെന്റ്സിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടെക്നിക്കൽ അനാലിസിസ് ഈസ് ഗിവൺ ടു ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ ഷെയർ പ്രൈസ് ഡാറ്റാസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹിസ്റ്റോറിക്കൽ ഷെയർ പ്രൈസ് ഡാറ്റയിൽ ഉണ്ടായിരിക്കുന്ന മൂവ്മെന്റ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫോർകാസ്റ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നു. ഷെയർ പ്രൈസ് ബിഹേവിയർ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഓവർ ടൈം ആൻഡ് അനാലിസ്റ്റ് അറ്റംപ്റ്റ് ടു ഡ്രൈവ് മെത്തേഡ്സ് ടു പ്രെഡിക്ട് ദിസ് റിപ്പീറ്റേഷൻ. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഇത് എപ്പോഴും ഒരു ട്രെൻഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു പാറ്റേണിലായിരിക്കും പ്രൈസ് മൂവ്മെന്റ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്ത് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ഡോ തിയറിക്കകത്തത് തന്നെയാണ് പറയുന്നത്, എലിയോട്ട് വേവ് തിയറിക്കകത്തത് തന്നെയാണ് പറയുന്നത്. സോ എന്താണ്, പ്രൈസ് മൂവ്മെന്റ്സിന് എപ്പോഴും ഒരു പാറ്റേൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്തത്, അത് തന്നെ ആ ഒരു പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആ പ്രൈസിന് ഉണ്ടാവും എന്നാണ് ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്ത് പറയുന്നത്. സോ ഒരു ടെക്നിക്കൽ അനലിസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഹിഡൻ ആയിട്ടുള്ള പാറ്റേണിനെ ഡിറൈവ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ് അയാളുടെ ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാൾ അതിന് ട്രൈ ചെയ്യുന്നത്. പിന്നെയാണ് ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസിന്റെ പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സെക്യൂരിറ്റി ഈസ് റിലേറ്റഡ് ടു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ്. മാർക്കറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഡിമാൻഡിനെയും സപ്ലൈനെയും ബേസ് ചെയ്തിട്ടാണ് ഒരു പ്രൈസ് ഉണ്ടാവുക. ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ ഫാക്ടേഴ്സ് അഫക്ട് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് ഓഫ് എ സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസിനെ റാഷണൽ ആയിട്ടുള്ളതും ഇറാഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ പറഞ്ഞത് സച്ച് സെഞ്ചുറി അടിച്ചാലും ഷെയർ മാർക്കറ്റിൽ ചേഞ്ചസ് ഉണ്ടാവും. സോ അതൊക്കെ എന്താണ്, ഇറാഷണൽ ഫാക്ടേഴ്സിന്റെ അകത്ത് വരുന്നതാണ്. ബാക്കി വരുന്ന റാഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, റാഷണൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, ബുദ്ധി അല്ലെ, ബുദ്ധി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റാഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു കോമൺ സെൻസിൽ കാര്യങ്ങളാണ് നമ്മൾ റാഷണൽ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അങ്ങനെ വരുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് സെക്യൂരിറ്റി പ്രൈസ് മൂവ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഫോർ സം ലെങ്ത് ഓഫ് ടൈം. ഇവിടെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് ട്രെൻഡിനെയാണ്. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി പ്രൈസ് മൂവ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആയിരിക്കും. എന്താണ്, ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഫോർ സം ലെങ്ത് ഓഫ് ടൈം. കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ലെങ്ത് ഓഫ് ടൈമിൽ പ്രൈസ് മൂവ്മെന്റ് കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ വൺസ് ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണിക്കാൻ തുടങ്ങിയാൽ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് അത് ബുള്ളിഷ് ട്രെൻഡ് തന്നെ ആയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ നോർമലി ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. ട്രെൻഡ്സ് ഇൻ സ്റ്റോക്ക് പ്രൈസ് ചേഞ്ചസ് is a shift in the demand and supply factors. ഈ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കുറച്ചു നേരത്തേക്ക് ഒരേ ഡയറക്ഷനിൽ പോകുന്നു പറഞ്ഞായിരുന്നല്ലോ, ഇത് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സിൽ എപ്പോഴെങ്കിലും ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു ട്രെൻഡിൽ മാറ്റം വരിക, അല്ലെങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ന്യൂട്ടന്റെ ലോ പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ഒരു സാധനം ചലിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ്, ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈയിൽ മാറ്റം അല്ലെങ്കിൽ അതിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നില്ല എങ്കിൽ ആ ട്രെൻഡ് ഇങ്ങനെ ആനന്ദമായി കണ്ടിന്യൂ ചെയ്തു പോകും എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞ എന്താ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ത്രൂ ചാർട്ട് സ്പെഷ്യലി ടു ഷോ മാർക്കറ്റ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഒരു ഡിമാൻഡിൽ അല്ലെങ്കിൽ സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ നമുക്ക് ഗ്രാഫ് വഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. പാറ്റേൺസ് വിച്ച് ആർ
projected by charts records price movements, and these records patterns are used to make a forecast about price movements. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പ്രൈസ് മൂവ്മെന്റ്സ് എല്ലാം നമ്മൾ ചാർട്ടിലേക്ക് മാറ്റുന്നു. ആ ചാർട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഭാവിയിലേക്കുള്ള അല്ലെങ്കിൽ വരും കാലത്തേക്കുള്ള പ്രൈസ് മൂവ്മെന്റ്സിനെ നമ്മൾക്ക് എന്താ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ വരുന്നതാണ് അസംഷൻസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. മൂന്നേ അസംഷൻസേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ മാർക്കറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞ പോയിന്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഷെയർ നമ്മൾ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി നമ്മൾ കൺസിഡർ ചെയ്താൽ, ഇപ്പോൾ നിലവിലുള്ള അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് എല്ലാം അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വിലയാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഈ ടെക്നിക്കൽ അനലിസ്റ്റുകൾ ആരും ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താത്തത്. അവർ വിശ്വസിക്കുന്നത് ഞാനിപ്പം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ കയറി നോക്കുവാണ്, ടാറ്റയുടെ ഷെയർ ഇത്ര രൂപ, ആ ഇത്ര രൂപ എന്ന് ഞാൻ കാണുന്നത് ഇപ്പോൾ നിലവിലുള്ള ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് എല്ലാം അതിനെ ഓൾറെഡി അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ആ മാർക്കറ്റ് അതിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ എൻഡ് റിസൾട്ട് ആണ് ഈ ഇപ്പൊ നിലവിലുള്ള പ്രൈസ് എന്നാണ് ഈ അസംഷന്റെ അകത്ത് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്, അല്ലെങ്കിൽ പ്രൈസ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. സോ അത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ടെക്നിക്കൽ അനലിസ്റ്റുകൾ ആരും എന്തിൽ വിശ്വസിക്കാത്തത്, ഫണ്ടമെന്റൽ അനാലിസിസിൽ വിശ്വസിക്കാത്തത്. കാരണം ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച് പഠിക്കുന്നത് വർക്ക്ലെസ് ആണെന്നാണ് അവർ പറയുന്നത്. കാരണം എന്താണ്, അത് ഓൾറെഡി അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അവരുടെ വാദം. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് മൂവ്സ് ഇൻ ട്രെൻഡ്സ്. അതും ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ്, പ്രൈസ് എപ്പോഴും ഒരു ട്രെൻഡിലായിരിക്കും മൂവ് ചെയ്യുക. എന്ന് പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ എപ്പോഴും പ്രൈസ് മൂവ്മെന്റ്സ് ഉണ്ടാവുക ഒരു പാറ്റേണിലായിരിക്കും, ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ 3 അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടെക്നിക്കൽ അനാലിസിസ് മുന്നോട്ടേക്ക് പോകുന്നത്. സോ ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്ത് ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് ഡോ തിയറി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡോ തിയറി, ഫോർമുലേറ്റഡ് ബൈ ചാൾസ് എച്ച് ഡോ, ഹു വാസ് ദ എഡിറ്റർ ഓഫ് വാൾ സ്ട്രീറ്റ് ജേർണൽ ഇൻ യുഎസ്എയിലുള്ള വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ എഡിറ്റർ ആയിരുന്നു ഈ ചാൾസ് എച്ച് ഡോ എന്ന് പറയുന്നത്. ഈ ഡോ തിയറി അയാൾ പ്രസന്റ് ചെയ്തതും ഈ സെയിം ജേർണലിൽ തന്നെയാണ്. അതാ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദിസ് തിയറി വാസ് പ്രസന്റഡ് ഇൻ സീരീസ് ഓഫ് എഡിറ്റോറിയൽസ് ഇൻ ദ സെയിം ജേർണൽ ഡ്യൂറിംഗ് 90s to 1902. 1900 മുതൽ 1902 വരെയുള്ള അയാളുടെ എഡിറ്റോറിയലുകളിലാണ് ഈ ഒരു തിയറി ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഡോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് അത് പ്രസന്റ് ചെയ്തത്. സ്റ്റോക്ക് മാർക്കറ്റ് ഡസൻ മൂവ്സ് ഓൺ എ റാൻഡം ബേസിസ്. ഇത് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റാൻഡം ബേസിലല്ല മൂവ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്, ഒരു പാറ്റേണിലാണ് അത് മൂവ് ചെയ്യുന്നത്. പ്രൈസ് മൂവ്മെന്റ്സ് ഇൻ ദ മാർക്കറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദ മീൻസ് ഓഫ് എ ലൈൻ ചാർട്ട്. മാർക്കറ്റ് പ്രൈസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ ചാർട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്ലോസിംഗ് വാല്യൂ വിൽ ബി പ്ലോട്ടഡ് ഓൺ ദ ചാർട്ട്. ഈ ലൈൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ക്ലോസിംഗ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്, ഓപ്പണിംഗ് വാല്യൂ അല്ല എടുക്കുന്നത്, ക്ലോസിംഗ് വാല്യൂ ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ദ മാർക്കറ്റ് ഹാസ് 3 മൂവ്മെന്റ്സ് ആൻഡ് ദീസ് മൂവ്മെന്റ്സ് ആർ സൈമിൾട്ടേനിയസ് ഇൻ നേച്ചർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡോ തിയറിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരു മാർക്കറ്റ് മൂവ്മെന്റിന് എപ്പോഴും 3 കമ്പോണൻസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ 3 എലമെന്റ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രൈമറി മൂവ്മെന്റ്സ്, സെക്കൻഡറി റിയാക്ഷൻസ് ആൻഡ് തേർഡ് വൺ മൈനർ മൂവ്മെന്റ്സ്. സോ ഇതാണ് അതിൻ്റെ അകത്ത് ഈ മൂവ്മെന്റ്സിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. പ്രൈമറി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ അകത്ത് വരുന്നതാണ്. അതെപ്പോഴും എന്തായിരിക്കും, പ്രൈമറി മൂവ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, കുറച്ചുകൂടെ ലോങ് ടേമിലേക്ക് വരുന്ന ഒരു മൂവ്മെന്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് മൂവ്മെന്റ് തന്നെയാണ് നമ്മൾ നോർമലി ഈ പറഞ്ഞേക്കുന്നത്. അത് എപ്പോഴും ലോങ് ടേം നേച്ചറിൽ കാണിക്കുന്ന ഒരു സാധനമാണ്. സെക്കൻഡ് പറഞ്ഞേക്കുന്നത് റാൻഡം മൂവ്മെന്റ്സ്. റാൻഡം മൂവ്മെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ്, കറക്റ്റീവ് ആക്ഷൻസ് എന്നാണ് അതിനെ നമ്മൾ നോർമലി വിളിക്കുന്നത്. കറക്റ്റീവ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ്. സോ അത് ഈ പ്രൈമറി മൂവ്മെന്റ് തന്നെയാണ് അത് മുമ്പോട്ടേക്ക് പോകുന്നത്. പക്ഷെ പ്രൈമറി ട്രെൻഡ് എന്താണോ കാണിക്കുന്നത് അത് തന്നെയല്ല അത് കാണിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അത് കാണിക്കുന്നത്. ഇപ്പൊ ഈ ഗ്രാഫ് നമ്മൾ പ്രൈമറി മൂവ്മെന്റ് കാണിക്കുന്നത് ബെയറിഷ് പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ സെക്കൻഡറി നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ബുള്ളിഷും ബെയറിഷും
വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് കൂടുതൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ടത് അത് ബുള്ളിഷ് ആണ്. കാരണം അത് കറക്റ്റീവ് ആക്ഷൻ ആയിട്ടാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് മൈനർ മൂവ്മെന്റ്സ് ആണ്. ഈ മൈനർ മൂവ്മെന്റ്സ് ആണ് ഇവിടെ ഈ ഒരു റെഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിനെ സാധാരണ നമ്മൾ ആരും കൺസിഡർ ചെയ്യുന്നില്ല, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാറ് ഉള്ളത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്, പ്രൈമറി മൂവ്മെന്റ്സും സെക്കൻഡറി മൂവ്മെന്റ്സും. ആൻഡ് വരുന്നത് ഡോ തിയറിയുടെ ബേസിക് അസംഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡോ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംഷൻസ്. പ്രൈമറി ട്രെൻഡ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ്. നമുക്ക് പ്രൈമറി ട്രെൻഡിനെ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് മാർക്കറ്റിന്റെ സപ്ലൈസും ഡിമാൻഡിനും അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. ഒരു ഇൻവെസ്റ്ററിനോ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനോ ഒരിക്കലും ഈ ഒരു പ്രൈമറി ട്രെൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആവറേജസ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ആവറേജ് ആണ് ഇവിടെ ഷോ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻസ് വരുന്നുണ്ട്, പക്ഷെ അപ്പോഴും പ്രൈമറി ട്രെൻഡ് സ്ട്രേറ്റ് ലൈൻ ആണ് നമ്മളവിടെ കാണിച്ചേക്കുന്നത്. കാരണം ആവറേജ് ഡിസ്കൗണ്ട്സ് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് തിയറി ഈസ് നോട്ട് ഇൻഫാലിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഫാലിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന അപ്രമാദിത്വമുള്ള എന്ന് വെച്ചാൽ തെറ്റ് സംഭവിക്കാത്ത ഒന്നാണ്. സോ തിയറി ഈസ് നോട്ട് ഇൻഫാലിബിൾ. അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ തിയറിയിൽ തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഡോ തിയറിയുടെ ബേസിക് അസംഷൻസ് ആയിട്ട് പറയുന്നത്. എന്നാണ് എലിയോട്ട് വേവ് തിയറി. എലിയോട്ട് വേവ് തിയറി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇതും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഹേവിയറിനെ കുറിച്ച് പറയുന്നത്. സോ ഇതിന്റെ അകത്ത് പറയുന്നത് ഫോർമുലേറ്റഡ് ബൈ റാൽഫ് ഇലിയോട്ട് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് ഈ ഒരു തിയറി മുന്നോട്ടേക്ക് വെച്ചേക്കുന്നത്. 1934 അനലൈസിങ് സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ്സ്. ഇതാണ് ഞാൻ നേരത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. 75 വർഷത്തെ എന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കാലാവധിയാണ്. സോ 75 വർഷത്തെ സ്റ്റോക്ക് മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഈ വ്യക്തി എന്ത് ചെയ്തേക്കുന്നത്, മുന്നിലേക്ക് വെച്ചേക്കുന്നത്. മാർക്കറ്റ് മൂവ്മെന്റ്സ് ആർ ക്വൈറ്റ് ഓർഡർലി ആൻഡ് ഫോളോ എ പാറ്റേൺ ഓഫ് വർക്ക്സ്. ഇയാൾ ഇവിടെ പറയുന്നത് പ്രൈസ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു. ആ പാറ്റേണിനെ ഇയാൾ അല്ലെങ്കിൽ ഈ എലിയോട്ട് വിളിക്കുന്നത് വേവ്സ് എന്നാണ്. സോ ഒരു വേവ്സ് പോലെയാണ്, തിരകൾ പോലെയാണ് ഈ ഒരു പ്രൈസ് മുന്നോട്ടേക്ക് പോകുന്നത്. എ വേവ് ഈസ് എ മൂവ്മെന്റ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ടു ദ നെക്സ്റ്റ് ചേഞ്ച് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരു വേവ് എന്ന് കണക്കാക്കുന്നത് ഒരു ഡയറക്ഷനിലേക്ക് ആ പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ ഡയറക്ഷൻ എപ്പോഴാണോ മാറുന്നത് ആ പോയിന്റ് വരെയുള്ള ആ പ്രൈസിന്റെ മൂവ്മെന്റിനെയാണ് ഒരു വേവ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ മതി. 2 മുതൽ 3 വരെയുള്ളത് ഒരു വേവ് ആണ്, 1 മുതൽ 2 വരെയുള്ളത് ഒരു വേവ് ആണ്. കാരണം ഇപ്പം 2-ൽ നിന്ന് തുടങ്ങിയാൽ 3-ൽ എത്തുമ്പോഴാണ് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത്. സോ അത്രയും സ്ട്രെച്ചിനെയാണ് അല്ലെങ്കിൽ അത്രയും ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു വേവ് എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ 1 കംപ്ലീറ്റ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് വേവ്സ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഡിസ്റ്റിങ്ക്ട് ഫേസസ് ബുള്ളിഷ് ആൻഡ് ബെയറിഷ്. ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു സൈക്കിളിന്റെ അകത്ത് എന്തുണ്ട്, ബുള്ളിഷുമായിട്ടുള്ളതും ബെയറിഷുമായിട്ടുള്ളതുമായിട്ടുള്ള വേവ്സ് ഉണ്ട്. ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ആക്ഷൻ ഈസ് ഫോളോഡ് ബൈ റിയാക്ഷൻ. നമ്മൾ ന്യൂട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ആക്ഷനെ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്ഷന് ശേഷം റിയാക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. ആ ഒരു തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ വേവ് തിയറി മുന്നോട്ട് പോകുന്നത്. ദിസ് തിയറി ഈസ് നോട്ട് പെർഫെക്റ്റ് ആൻഡ് there are many limitations in its practical use. പറഞ്ഞേക്കുന്നത് ഈ ഒരു തിയറി എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല, 100% പെർഫെക്റ്റ് അല്ല. അത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു തിയറി എന്ന് പറയുന്നത് 100% പെർഫെക്റ്റ് അല്ല. പ്രാക്ടിക്കൽ യൂസിൽ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നീട് പറഞ്ഞേക്കുന്നതായിരിക്കും ഡിസൈഡിങ് ദ ടൈമിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എലിയോട്ട് വേവ് തിയറി യൂസ് ചെയ്യുന്നത്. സോ എലിയോട്ട് വേവ് തിയറി എന്താണ് എന്നാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഈ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ എലിയോട്ട് വേവ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എ മൂവ്മെന്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ക്യാൻ ബി റിപ്പീറ്റഡ് ബൈ 5 ഡിസ്റ്റിങ്ക്ട് വേവ്സ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കുള്ള ഒരു മൂവ്മെന്റിനുള്ളിൽ 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഗ്രാഫ് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിട്ട് വരുന്ന ആ ഒരു മൂവ്മെന്റ് നമ്മൾ നോക്കുക. 1, 2, 3, 4, 5 5 വേവ്സ് ആണ് അവിടെ ഉള്ളത്. അതിനുശേഷം
പിന്നെ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് ബെയറിഷ് ആണ്. സോ ഒരു ഡയറക്ഷനിൽ 5 വേവ്സ് ഉണ്ടാവുന്നു. ഈ 5 വേവ്സിനെ നമ്മൾ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇമ്പൾസ് വേവ്സ് 3ഉം കറക്റ്റീവ് വേവ്സ് 2ഉം. സോ 3 ഇമ്പൾസ് വേവ്സ്. ആ ഇമ്പൾസ് വേവ്സ് എന്ന് പറയുന്നത് ആ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന വേവ്സിനെയാണ് ഇമ്പൾസ് വേവ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത്. പിന്നെ കറക്റ്റീവ് ആയിട്ടുള്ളത് ഈ ബെയറിഷ് ലോങ് ട്രെൻഡിലുള്ള ഈ ബുള്ളിഷിന്റെ അകത്ത് തന്നെ 3 to 4 എന്ന് പറയുന്ന 2 ബെയറിഷ് മൂവ്മെന്റ്സ് വരുന്നുണ്ട്. സോ ഇതാണ് കറക്റ്റീവ് വേവ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഫിഫ്ത്ത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതും എന്താണ്, കറക്റ്റീവ് ഫേസ് ആണെന്നാണ് പറയുന്നത്. സോ ഈ കറക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ഈ ഫസ്റ്റ് വേവ് മുതൽ ഫിഫ്ത്ത് വേവ് വരെ ആ പ്രൈസ് മൂവ്മെന്റ്സിൽ എത്ര ചേഞ്ച് വന്നിട്ടുണ്ടോ ആ മുഴുവൻ ചേഞ്ചിനെയും അതിനുശേഷം വരുന്ന ഈ 3 വേവ്സ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. 1 to 5 വരെ ഈ 5 വേവ്സിൽ ആണോ ചേഞ്ച് വന്നിരിക്കുന്നത് അത്രയും ചേഞ്ചിനെ അത് നേരെ തിരിച്ചു കൊണ്ടുപോകും ഈ A, B and C എന്ന് പറഞ്ഞു. സോ എവിടെയാണോ ഈ ആദ്യത്തെ വേവിന് മുമ്പ് പ്രൈസ് ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രൈസ് ലെവലിലേക്ക് വീണ്ടും അത് തിരിച്ചു വരും എന്നാണ് ഈ ഒരു എലിയോട്ട് വേവ് തിയറിക്കകത്ത് പറയുന്നത്. സോ ഇങ്ങനെ വരുന്ന ഈ 5ഉം 3ഉം 8 വേവ്സ് ചേരുന്ന ഒരു സൈക്കിളാണ് ഈ എലിയോട്ട് വേവ് തിയറിക്കകത്ത് പറയുന്നത്. സോ ഇങ്ങനെ സൈക്ലിക്കലായിട്ട് ഈ 8 വേവ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത 8 വേവ്സ് വരുന്നു, അതിനുശേഷം വേവ്സ് വരുന്നു. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ എന്താണ്, ആദ്യത്തെ 5 വേവ്സ് വരുന്നു, അതിനുശേഷം ആ 5 വേവ്സിനെയും ഒന്നിച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത 3 വേവ്സ് വരുന്നു. സോ ഇങ്ങനെയാണ് ഈ എലിയോട്ട് വേവ് തിയറിയുടെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നതാണ് പ്രൈസ് ചാർട്ടുകൾ. നമ്മൾക്ക് എന്താണ് പ്രൈസ് മൂവ്മെന്റ്സിനെ വളരെ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ് പ്രൈസ് ചാർട്ടുകൾ എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, നിങ്ങൾ ഇപ്പൊ എസ്കെവിന്റെ ബുക്കൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് ഗ്രാഫുകൾ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഗ്രാഫുകളാണ്. ഫസ്റ്റ് വൺ ലൈൻ ചാർട്ട്, സെക്കൻഡ് വൺ പ്രൈസ് ബാർ ചാർട്ട് ആൻഡ് ലാസ്റ്റ് വൺ ജാപ്പനീസ് കാൻഡിൽസ്റ്റിക് ചാർട്ട്. സോ ലൈൻ ചാർട്ട് എന്തിനാണെന്നുള്ളത് നമ്മൾക്കറിയാം. കാരണം നമ്മൾ എന്താണ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സാധനം പൈ ഡയഗ്രം, ലൈൻ ചാർട്ടും ആയിരിക്കും. സോ പറയുന്നത് ട്രെൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ ചാർട്ടുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈസ് ബാർ ചാർട്ട്. പ്രൈസ് ബാർ ചാർട്ടിന്റെ അകത്ത് എന്താണ്, നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ടീ എഴുതിയേക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ മരം വരച്ചു വെച്ചേക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു വര നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും താഴത്തെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ, ആ ഒരു പർട്ടിക്കുലർ ഡേയിലെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ, ഏറ്റവും മുകളിലായിരിക്കും അതിന്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വര വന്നിട്ടില്ലേ, ആ വാല്യൂ ആയിരിക്കും, ആ ഒരു വാല്യൂ ആയിരിക്കും അതിന്റെ ഓപ്പണിംഗ് വാല്യൂ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കുള്ള വര അത് എവിടെയാണോ വരുന്നത് അതായിരിക്കും അതിന്റെ ക്ലോസിംഗ് വാല്യൂ. സോ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന 4 കാര്യങ്ങൾ. ഏറ്റവും ടോപ്പിൽ വര തുടങ്ങുന്നത് എവിടെയാണോ അതാണ് അതിന്റെ ടോപ്പ് വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. ആ വര എവിടെയാണോ താഴെ തീരുന്നത് അതാണ് അതിന്റെ ലോവസ്റ്റ് വാല്യൂ. ലെഫ്റ്റിലേക്കുള്ള ആരോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വര എവിടെയാണോ വരുന്നത് അതാണ് അതിന്റെ ഓപ്പണിംഗ് വാല്യൂ. റൈറ്റിലേക്കുള്ള വര എവിടെയാണോ അതാണ് അതിന്റെ ക്ലോസിംഗ് വാല്യൂ. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ജാപ്പനീസ് വരുന്നത്. ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് എന്ത് വരുന്നു, ഒരു ബോക്സ് വരുന്നുണ്ട്, അതിന്റെ മുകളിലേക്കും താഴേക്ക് ഓരോ വരകൾ വരുന്നുണ്ട്. ആ വര എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനെയാണ് ഏറ്റവും ടോപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ആ വര എവിടെ എൻഡ് ചെയ്യുന്നു അതാണ് ഏറ്റവും ലോവർ വാല്യൂ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് അതിനെയാണ് ആ ബോക്സ് ആയിട്ട് കാണിച്ചത്. ഓപ്പണിംഗ് പ്രൈസ് കൂടുതലും ക്ലോസിംഗ് പ്രൈസ് കുറവുമാണ് എങ്കിൽ അത് ബെയറിഷ് ആണ്. എന്ന് വെച്ചാൽ ഓപ്പണിംഗ് പ്രൈസിനേക്കാൾ കുറവാണ് ക്ലോസിംഗ് പ്രൈസ് എങ്കിൽ അത് ബെയറിഷ് ആയിട്ട് കാണിക്കുന്നു. ആ ബെയറിഷിനെ കാണിക്കാനാണ് അവിടെ റെഡ് കൊടുത്തിരിക്കുന്നത്. കാരണം ഓപ്പണിംഗ് പ്രൈസിനേക്കാൾ കുറവാണ് ക്ലോസിംഗ് പ്രൈസ്, വളരെ വില കുറഞ്ഞാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബുള്ളായിട്ട് കാണിച്ചിരിക്കുന്നത്, പച്ച കളർ. എന്ന് വെച്ചാൽ ഓപ്പണിങ്ങിനേക്കാൾ മുകളിലാണ് ക്ലോസിംഗ് എങ്കിൽ അതിനെയാണ് നമ്മൾ ബുള്ളിഷ് ആയിട്ട് കാണിക്കുന്നത്. സോ ഇത്രയാണ് മെയിൻ ആയിട്ടും പ്രൈസ് ചാർട്ടുകളിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ചാർട്ട് പാറ്റേൺസ് ആണ്. നമ്മൾ ചാർട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ചാർട്ടുകൾ കാണിക്കുന്ന ചില പാറ്റേൺസ് ഉണ്ട്. സോ അതിൻ്റെ അകത്ത് വരുന്ന പാറ്റേണുകളാണ് നമ്മളിവിടെ പറയുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് സപ്പോർട്ട്.
സോ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എന്താണെന്ന് നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്താണ്, ഒരു പ്രൈസ് മൂവ്മെന്റ് ഒരു ലിമിറ്റിന് മുകളിലേക്ക് പോകാതെ തടയുന്ന ഒരു ലെവലിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രൈസ് മൂവ്മെന്റ് ഒരു ലെവലിൽ താഴേക്ക് പോകാതെ നോക്കുന്ന ആ ഒരു ലെവലിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഇഫ് ദ സ്ക്രിപ്റ്റ് ക്രോസ് ദ സപ്പോർട്ട് ലെവൽ ഇൻഡിക്കേറ്റ് ഫർദർ ഫോൾ ഇൻ പ്രൈസ് വൈസ് വേഴ്സ. ഓക്കെ, അത് വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഡിമാൻഡിനും സപ്ലൈക്കും ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു പ്രൈസിൽ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. അത് വരാത്തിടത്തോളം കാലം ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള മാർക്കറ്റിൽ എന്താണ് ലേം ഡെക്ക് എന്നൊക്കെ വിളിക്കുന്നത്, അല്ലെ? ലേം ഡെക്ക്, മുടന്തനായ താവാവ്, ലേം ഡെക്ക്. സോ എന്താണ്, ഈ ഒരു രീതിയിലാണ് അത് മുന്നോട്ടേക്ക് പോവുക. സോ ആ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ എന്താണ്, വളരെ ബുള്ളിഷ് ആയിട്ടും ഉണ്ടാവില്ല, വളരെ ബെയറിഷ് ആയിട്ടും ഉണ്ടാവില്ല. സോ എന്ത് ചെയ്യുന്നു, അത് ഒരു 2 ലെവലിനുള്ളിൽ, ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള 2 ലെയറിനുള്ളിൽ, അല്ലെങ്കിൽ 2 ലൈൻസിനുള്ളിലായിരിക്കും അതിങ്ങനെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കാണിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ വരുന്നത്. റെസിസ്റ്റൻസ് ലെവലും സപ്പോർട്ട് ലെവലും ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് പറയുന്നത് ഇതൊരു ഇക്വിലിബ്രിയം സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. ഈ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ റെസിസ്റ്റൻസിനും ഈ സപ്പോർട്ടിനും ഇടയിൽ അതിങ്ങനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ അതിങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രം കാണിച്ചുകൊണ്ട് അത് മുന്നോട്ടേക്ക് പോകുന്നു. എപ്പോഴാണോ ഒരു പുതിയ ഒരു ഫാക്ടർ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഡിമാൻഡ് ഫാക്ടറോ ഇതിനെ അപ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഈ റെസിസ്റ്റൻസ് ലെവലിനെ ക്രോസ് ചെയ്ത് മുകളിലേക്കോ അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലിനെ ക്രോസ് ചെയ്ത് താഴേക്കോ ഈ ഒരു പ്രൈസ് മൂവ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിനുള്ളിൽ തന്നെയായിരിക്കും ഇതിന്റെ പ്രൈസ് മൂവ്മെന്റ്സ് ഉണ്ടാവുക. സോ ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് പിന്നീട് അങ്ങോട്ട് ലേക്ക് പോകുന്നു. സപ്പോർട്ട് ലെവലിനെ ക്രോസ് ചെയ്ത് താഴേക്കാണ് വരുന്നതെങ്കിൽ, ബുള്ളിഷ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. സപ്പോർട്ട് ലെവലിനെ ക്രോസ് ചെയ്ത് താഴേക്കായിട്ട് പോകുന്നതെങ്കിൽ അത് ബെയറിഷ് ആയിട്ട് താഴേക്ക്. സോ ഈ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്താണ്, ഒരു ഡിമാൻഡ് സപ്ലൈ ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് ക്രോസ് ചെയ്ത് മുന്നിലേക്ക് പോകുന്നത്, മുകളിലേക്കോ താഴേക്കോ പോവുക. സോ ഇത് വൺസ് ഈ സാധനം ഇത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോയാൽ അത് അവിടെ മറ്റൊരു ഇക്വിലിബ്രിയത്തിലേക്ക് സാറ്റിസ്ഫൈ ചെയ്യുവാണ് ചെയ്യുക. പിന്നീട് അത് നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെയല്ല വരിക. പിന്നെന്താണ്, മറ്റൊരു ഫാക്ടർ വരുന്നതോട് വരെ എന്ത് ചെയ്യുന്നു, അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഈ ഒരു മുന്നിലേക്ക് പോകും. സോ ഈ ഇക്വിലിബ്രിയം സ്റ്റേജിലായിരിക്കും എപ്പോഴും ഒന്നുണ്ടാവുക, ഈ പ്രൈസ് ഉണ്ടാവുക. അത് ഈ റെസിസ്റ്റൻസിന് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എപ്പോഴാണോ ഈ ഒരു ഡിമാൻഡിലോ സപ്ലൈയിലോ ഷിഫ്റ്റ് ഉണ്ടാകുന്നത്, വൺസ് അത് ഷിഫ്റ്റ് ഉണ്ടായാൽ ചെയ്യും, ഈ ലൈൻസ് ക്രോസ് ചെയ്ത് ബെയറിഷ് ആയിട്ടോ ബുള്ളിഷ് ആയിട്ടോ അത് മുന്നോട്ട് പോകും. അത് അവിടെ മറ്റൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരുവാണ് ചെയ്യുക. പിന്നെ മറ്റൊരു ഡിമാൻഡിലോ അല്ലെങ്കിൽ സപ്ലൈയിലോ ചേഞ്ച് ഉണ്ടാകുന്നത് വരെ അവിടെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നതാണ് റിവേഴ്സൽ പാറ്റേൺസ്. ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്, ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്ന പാറ്റേണിനെയാണ് റിവേഴ്സൽ പാറ്റേൺസ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ബെയറിഷ് ആയിട്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ബുള്ളിഷ് ആയി മാറുകയോ ബുള്ളിഷ് ആയിട്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ബെയറിഷ് ആയിട്ട് മാറുകയോ ചെയ്യുന്ന ആ ഒരു പ്രതിഭാസമാണ് ഈ റിവേഴ്സൽ പാറ്റേൺസിന്റെ അകത്ത് നമ്മൾ കാണിക്കുന്നത്. സോ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട്. സോ ഈ ഫസ്റ്റ് പടം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, അവിടെ ലെഫ്റ്റ് ഷോൾഡർ ഉണ്ട്, ഹെഡ് ഉണ്ട്, റൈറ്റ് ഷോൾഡർ ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരു നെക്ക് ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു അല്ലെങ്കിൽ ഒരു എന്താ ഒരു പൊട്ടുണ്ട്, ഒരു ഡോട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഡോട്ട് ഇൻഡിക്കേറ്റ് ബ്രേക്ക് ഔട്ട് ആൻഡ് ട്രെൻഡ് റിവേഴ്സൽ. ആ പോയിന്റ് മുതലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്, ട്രെൻഡ് ചെയ്തു എന്ന് അസ്യൂം. ഇതുവരെ ട്രെൻഡ് റിവേഴ്സ് ചെയ്തിട്ടില്ല. നമ്മൾ നോക്കിയാൽ മതി, റൈറ്റ് ഷോൾഡറിന്റെ അവിടെ മുതലേ ബെയറിഷ് ആണ്. പക്ഷെ ആ നെക്ക് ലൈൻ ക്രോസ് മാത്രമേ നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ നടത്തിയതായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. അതുവരെ എന്താണ്, അത് ട്രെൻഡ് മാറിയതായിട്ട് നമുക്ക് ഒഫീഷ്യലി പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ്. അതുപോലെ തന്നെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിട്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ബെയറിഷ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയറിഷ് ആയിട്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഈ ഗ്രാഫ് നേരെ തിരിച്ചു വെച്ചാൽ എന്തായിരിക്കും, അതാണ് ഇവിടെ വരുന്നത്.
ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നത് ലെഫ്റ്റ് ഷോൾഡറിൽ വന്നു, നെക്ക് ലൈനിൽ ടച്ച് ചെയ്ത് ഹെഡിൽ വന്നു, വീണ്ടും നെക്ക് ലൈനിൽ ടച്ച് ചെയ്ത് റൈറ്റ് ഷോൾഡറിൽ വന്നു, വീണ്ടും നെക്ക് ലൈൻ എവിടെയാണോ ക്രോസ് ചെയ്യുന്നത് അവിടെ മുതലാണ് നമ്മൾ പറയുന്നത് ഇത് ബെയറിഷിൽ നിന്നും ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറി എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവേഴ്സൽ പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. സോ 2 ഷോൾഡേഴ്സ് ഉണ്ടാവും, ഒരു ഹെഡ് ഉണ്ടാകും. ബെയറിഷ് ആയിട്ടിരിക്കുന്ന ട്രെൻഡ് ബുള്ളിഷ് ആയി മാറുന്നു, ബുള്ളിഷ് ആയിട്ടിരിക്കുന്ന ട്രെൻഡ് ബെയറിഷ് ആയിട്ട് മാറുന്നു. പിന്നെ വരുന്നതാണ് കണ്ടിന്യൂഷൻ പാറ്റേൺസ്. കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സൽ ഇവിടെ നടക്കുന്നില്ല. ബുള്ളിഷ് ട്രെൻഡ് ആണ് എങ്കിൽ ഈ പാറ്റേണിൽ വരുന്നു, വീണ്ടും ബുള്ളിഷ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുക. ബെയറിഷ് പാറ്റേൺ ആണ് എങ്കിൽ ആ ട്രെൻഡ് എന്താണ്, ഈ ഒരു പാറ്റേണിലേക്ക് വരുന്നു, വീണ്ടും ബെയറിഷ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്. ആ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന ആ ട്രയാങ്കിളിന്റെ രൂപം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് ട്രയാങ്കിൾ ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് അസെൻഡിങ് ട്രയാങ്കിൾസ്. അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന്റെ ഡൗൺവേർഡ് ആയിട്ട് വരുന്ന ആ പോയിന്റുകൾക്കായിരിക്കും നീളം കൂടുതൽ ഉണ്ടാവുക. മുകളിൽ വരുന്ന പോയിന്റുകൾ നീളം കുറവായിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റ്സ് കുറവായിരിക്കും, ഡെപ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ഡൗൺസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ആ ട്രയാങ്കിളിന്റെ മുകൾ ഭാഗം ഫ്ലാറ്റ് ആയിരിക്കും, താഴ്ഭാഗമാണ് സ്ലോപ്പ് ആയിട്ട് ഉണ്ടാവുക. ഡിസെൻഡിങ് ട്രയാങ്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക. നോർമലി എന്തായിരിക്കും വരിക, ഇതിന്റെ താഴ്ഭാഗം ഫ്ലാറ്റ് ആയിരിക്കും, മുകൾ ഭാഗമാണ് എന്താണ് ഡിക്ലൈൻ ആയിട്ട് അല്ലെങ്കിൽ ചെരിവ്. സോ ആ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അസെൻഡിങ് ട്രയാങ്കിൾസ് നോർമലി ബുള്ളിഷ് ട്രെൻഡിലും ഡിസെൻഡിങ് ട്രയാങ്കിൾസ് നോർമലി ബെയറിഷ് ട്രെൻഡിലുമായിരിക്കും ഉണ്ടാവുക. പിന്നെ വരുന്നതാണ് കണ്ടിന്യൂഷൻ പാറ്റേൺസിന്റെ ബാക്കി 2 പാറ്റേൺസ്, ഫ്ലാഗും പാനറ്റ്സും. അതിന്റെ അകത്ത് ബുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ പറഞ്ഞില്ലേ, ഏകദേശം ആ ഒരു പാറ്റേൺ തന്നെയാണ് ഫ്ലാഗിന്റെ അകത്ത് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൽ ആയിട്ടുള്ള 2 ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ബുൾ ഫ്ലാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ട്രെൻഡിനിടയിൽ ഫ്ലാഗ് പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ അതാണ് ബുള്ളിഷ് ഫ്ലാഗ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ബെയറിഷ് ട്രെൻഡിനുള്ളിൽ ഫ്ലാഗ് പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബെയർ ഫ്ലാഗ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ബുള്ളിഷ് പെനറ്റും അതുപോലെ തന്നെ ബെയറിഷ് പെനറ്റും. അത് ശരിക്കും എന്ത് തന്നെയാണ്, ട്രയാങ്കിൾ തന്നെയാണ്, പക്ഷെ ഡെപ്ത് ഉണ്ടാവില്ല എന്ന് മാത്രമേ അതിനകത്ത് ഡിഫറൻസ് വരുന്നുള്ളൂ. സോ ഇതാണ് കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, കാരണം 9:05 കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ന് പറഞ്ഞതിന്റെ അകത്ത് എന്തെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളിത് ചോദിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല, നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് നേരിട്ട് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. റെസിസ്റ്റന്റ് ആൻഡ് സപ്പോർട്ട് അതൊന്ന് പറയാമോ? ഓക്കെ, ഇത് നോക്കുന്നതെന്ന് പറയുന്നത് ഇതൊരു ഇക്വിലിബ്രിയം പോയിന്റ്, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നു എന്നാണ്. അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരുപാട് വേരിയേഷൻസ് ഇല്ലാതെ ഒരു വളരെ ചെറിയ മൂവ്മെന്റ്സ്, നമ്മളിപ്പം എന്താ പറയാ, വലിയ തിരകളൊന്നുമില്ലാത്ത ഒരു കടല് പറയത്തില്ലേ, അതെന്താണ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ചെറിയ വേവ്സ് മാത്രം കാണിക്കുന്ന, അല്ലെ ചെറിയ എന്താണ് വേവ്സ് അല്ലെങ്കിൽ ചെറിയ എന്താണ് വേരിയേഷൻസ് മാത്രം കാണിച്ചുകൊണ്ടായിരിക്കും ഒരു മാർക്കറ്റ് മുന്നിലേക്ക് പോകുക. സോ അതിന്റെ ഏറ്റവും ടോപ്പ് ലെവല് എന്ന് വെച്ചാൽ അതൊരിക്കലും ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കോ ഈ സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴേക്കോ ഒരിക്കലും പോവില്ല. അതെപ്പോഴും എന്താണ്, ഒരു ഡിമാൻഡിലോ സപ്ലൈയിലോ ഒരു മാറ്റം ഉണ്ടാകുന്നത് വരെ, എപ്പോഴാണോ ഈ ഡിമാൻഡിലോ സപ്ലൈയിലോ മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമേ ഈ ഒരു 2 ലൈൻസ് ബ്രേക്ക് ചെയ്തതും അല്ലെങ്കിൽ താഴേക്കോ പോകത്തുള്ളൂ. അതുവരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനുള്ളിലും റെസിസ്റ്റൻസിനും അതുപോലെ തന്നെ സപ്പോർട്ടിനും ഉള്ളിൽ തന്നെയായിരിക്കും ചെറിയ ചെറിയ മൂവ്മെന്റ്സ് കാണിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുക. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ, എന്താണ്, ഡിമാൻഡിലോ സപ്ലൈയിലോ വ്യത്യാസം വരാതെ ഷെയർ പ്രൈസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റം കാണിക്കില്ല. അതാണ് ഇതിന്റെ ഏറ്റവും മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. സപ്ലൈയിലോ ഡിമാൻഡിലോ ഒരു ഉണ്ടാവാത്തിടത്തോളം കാലം
ഈ പ്രൈസ് മൂവ്മെന്റ്സ് വളരെ വലിയൊരു മൂവ്മെന്റ് കാണിക്കില്ല. ഈ ഒരു 2 ലെവലിനുള്ളിൽ തന്നെ ചുമ്മാ ഇങ്ങനെ കുനുകുനാന്നും പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എപ്പോഴാണോ ഇതിന്റെ മാറ്റം അല്ലെങ്കിൽ ഈ ഡിമാൻഡിലോ സപ്ലൈയിലോ ഉണ്ടാകുന്നത്, അപ്പോൾ മാത്രമേ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് വളരെ വലിയൊരു ഷെയർ പ്രൈസിലുള്ള മൂവ്മെന്റുകൾ കാണിക്കുന്നുള്ളൂ. അതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വലിയൊരു മൂവ്മെന്റ് ഉണ്ടായാൽ, ഇപ്പോൾ അത് സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് പോകുന്നതെങ്കിൽ അത് മറ്റൊരു ഇക്വിലിബ്രിയത്തിലേക്ക് പോകും. പിന്നെ അതവിടെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു. അതേപോലെ തന്നെ അത് എവിടെയാണോ എത്തിച്ചേർന്നത് അവിടെ പിന്നെ അത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി അവിടെ അതൊരു ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടെത്തും. അവിടെ അത് ചെറിയ മൂവ്മെന്റ്സ് ആയിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കും. എപ്പോ വരെ? പുതിയൊരു ഷിഫ്റ്റ് ഉണ്ടാവുന്നോടം വരെ. അല്ലെങ്കിൽ എപ്പോഴും അനന്തമായിട്ട് അതിങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞ എത്രേ ഉള്ളൂ, നമ്മൾ കൺസിഡർ ചെയ്യുക, ഇന്നു മുതൽ ഇനി പ്രൈസിലോ അല്ലെങ്കിൽ ഡിമാൻഡിലോ സപ്ലൈയിലോ ഒരു ഷിഫ്റ്റും ഉണ്ടാകുന്നില്ല എങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇന്ന് നമ്മൾ കണ്ട പ്രൈസ് ഇല്ലേ, അത് തന്നെയായിരിക്കും ജീവിതകാലം മുഴുവൻ ഉണ്ടാവുക. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കോൺസെപ്റ്റ് ആണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. സോ അതിന്റെ ആ ഒരു ചെറിയ മൂവ്മെന്റ്സിനെ കണക്കാക്കാൻ വേണ്ടി അതിന്റെ ടോപ്പ് പോയിന്റും അതിന്റെ ലോവർ പോയിന്റും ഐഡന്റിഫൈ ചെയ്യുന്ന ലൈനുകളാണ് ഈ റെസിസ്റ്റൻസും സപ്പോർട്ടും. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയി എന്ന് പറയുമ്പോൾ എന്നെ ക്ലിയർ ആയി എന്ന് പറയരുത്. നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. ചിലപ്പം ഞാൻ എന്താ പറയാ, നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും, സാറ് വീണ്ടും പറഞ്ഞതാണ് എന്നിട്ട് മനസ്സിലായില്ല എന്ന് എങ്ങനെയാ പറയുന്നത് എന്നുള്ളൊരു നാണക്കേടല്ല ഒരു ചിലപ്പോൾ നമുക്കുണ്ടാവും. അങ്ങനെ പറയരുത്. കാരണം എന്താണല്ലോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണല്ലോ ഞാൻ വരുന്നത്. ഓക്കെ, ഇല്ല, മനസ്സിലായി. ഓക്കെ, താങ്ക് യു. മറ്റാർക്കെങ്കിലും എനി ഡൗട്ട്സ്? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. റേഷ്യോസിന്റെ PPT ഞാൻ ദീപക്കിനെയോ അല്ലെങ്കിൽ ബാലഗോപാൽ അവരിൽ ആരെങ്കിലും ഒരാളെ ഞാൻ ഏൽപ്പിച്ചോളാം. നിങ്ങൾ അവിടുന്ന് കളക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.